കുറച്ചൊക്കെ സെൽഫ് കെയർ നോക്കുന്നത് വളരെ നല്ല കാര്യമല്ലേ? അതിനായിട്ട് എൻ്റെ കയ്യിൽ O3+ന്റെ പ്രൊഫഷണൽ ഫേഷ്യൽ കിറ്റ് കിട്ടിയിട്ടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ബ്രാൻഡ് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. കൈ കിട്ടിയ പാടെ തന്നെ ഞാൻ ആദ്യം പോയി നോക്കിയത് ഗൂഗിളിലാണ്. അതിൽ സെർച്ച് ചെയ്തപ്പോൾ നല്ല ഒത്തിരി 50 മില്യൺ കസ്റ്റമേഴ്സിന്റെ റിവ്യൂസ് ഒക്കെ കിടക്കുന്നുണ്ട്. ഗൂഗിൾ കഴിഞ്ഞ് നെക്സ്റ്റ് യൂട്യൂബിലേക്കാട്ടോ പോയത്. അവിടെ ഒത്തിരി റിവ്യൂസും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഇതിപ്പോൾ ലേഡീസിന് മാത്രമല്ല കേട്ടോ, മെൻസിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന വൈറ്റനിങ് ഫേഷ്യൽ കിറ്റ് ആണ് കേട്ടോ. ഇപ്പോൾ പാക്കറ്റ് ഒക്കെ പൊട്ടിച്ച് അതിന്റെ അകമൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ. ഇതിന്റെ അകത്താണെങ്കിലുണ്ടല്ലോ ഒരു ഫേഷ്യലിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും തന്നെ ഉണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇനി ഓരോന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലെ വീട്ടിൽ ഇന്ന് ഫേഷ്യൽ ചെയ്യാൻ പോണത്. അതുകൊണ്ട് തന്നെ എവിടെ നിന്ന് തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. ആദ്യം തന്നെ ബോട്ടിൽ ഓരോന്നൊക്കെ എടുത്ത് സ്മെൽ ചെയ്ത് നോക്കുകയാണ്. നമുക്ക് പറ്റിയതാണോ എന്നൊക്കെ ഇങ്ങനെ സ്മെൽ ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഓരോന്നൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് തൊട്ടും തോണ്ടിയൊക്കെ അങ്ങോട്ട് നോക്കാം. പാക്കറ്റിന്റെ അകത്ത് ആദ്യം തന്നെ ഇരിക്കുന്നത് ഒരു ക്ലെൻസർ ആണ് കേട്ടോ. അത് കുറച്ചെടുത്ത് എന്റെ ഫിംഗറിൽ എടുത്തിട്ട് എന്റെ കയ്യിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ക്ലെൻസർ മാത്രമല്ല, വൈറ്റനിൻ ടോണിക്, വൈറ്റനിൻ സിറം, വൈറ്റനിൻ ക്രീം, വൈറ്റനിൻ മാസ്ക്, ഇത്രയും ഐറ്റംസ് ഉൾപ്പെടുന്ന ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യുമെന്ന് ഓർത്ത് ആരും ഡൗട്ട് അടിക്കണ്ട. ആദ്യം തന്നെ കുറച്ച് ക്ലെൻസർ എടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ശേഷം കുറച്ച് ടോണിക് എടുക്കുക. ഒരു 2-3 മിനിറ്റ്സ് എന്തായാലും ഫേസ് ഒന്ന് മസാജ് ചെയ്യാട്ടോ. ഇത് കഴിഞ്ഞിട്ട് വൈറ്റനിൻ ക്രീം അപ്ലൈ ചെയ്യാനായിട്ട്. ക്രീമിന് ശേഷം നല്ല അടിപൊളി സ്മെല്ലുള്ള ഒരു മാസ്ക് വരുന്നുണ്ട് കേട്ടോ. ഒരു 10-15 മിനിറ്റ് എന്തായാലും ഫേസിൽ മാസ്ക്. ലാസ്റ്റ് വരുന്ന ഒരു സിറമാണ്, നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റഡ് ആണ്. ഇതെല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവസാനം വെളുത്തിട്ട് പാറുമെന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ ചെയ്ത് നോക്കിയിട്ടില്ല. ചെയ്ത് കഴിഞ്ഞിട്ട് അഭിപ്രായം എന്താണെന്ന് വെച്ച് പറയാം. ഇനിയിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് റിവ്യൂ എന്താണെന്നുള്ളത് കമന്റ് ചെയ്യുക. ഇവർ പറയുന്നത് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ടാനൊക്കെ കംപ്ലീറ്റ് പോകുന്നതാണ്. ഇപ്പോൾ ഒത്തിരി ടാനൊക്കെ അടിച്ചിട്ട് സ്കിന്ന് വളരെ ബുദ്ധിമുട്ടായിട്ടായിരിക്കണമെങ്കിൽ ഉണ്ടല്ലോ ഒരു മാസത്തിൽ 2 തവണയൊക്കെ ചെയ്യണോട്ടോ. അതായത് 15 ദിവസം കൂടുമ്പോഴൊക്കെ ചെയ്യണമെന്നാണ്. ഇനിയിപ്പോൾ നോർമൽ സ്കിന്നുകാരുണ്ടല്ലോ ഈ ഫേഷ്യൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ചെറിയൊരു സ്ക്രബ്ബർ കൊടുക്കുകയാണെങ്കിൽ ഫേഷ്യൽ കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും എന്നാണ് യൂട്യൂബിൽ ഒരു ചേച്ചി പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എല്ലാവർക്കും ഓക്കെ ബൈ.